ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിന് പിന്നാലെ ഇഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും കൈക്കൂലി ആരോപണം എത്തുകയാണ്. ഇഡി അഡീഷണൽ ഡയറക്ടർ രാധാകൃഷ്ണൻ സംഭവത്തിൽ പങ്കുണ്ടെന്ന് പരാതിക്കാരനായ അനീഷ് ബാബു വെളിപ്പെടുത്തി. അടച്ചിട്ട മുറിയിൽ വെച്ച് തന്നെ മാനസികമായി പീഡിപ്പിച്ചതായും അനീഷ് ആരോപിച്ചു. അത് ഈ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേരെനിക്ക് കൃത്യമാണോ എന്ന് ഇപ്പോഴും അറിയില്ല. മലയാളിയായിരുന്നു. അന്ന് ഒരു വട്ടം ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളൂ. പുള്ളിയുടെ ഏറ്റവും ടോപ്പിലാണ് പുള്ളിയുടെ ക്യാബിൻ. ആ ക്യാബിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പുള്ളിയെ കാണുന്നത്. മലയാളിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പുള്ളിയെ അടുത്ത് ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ സംഭവിച്ചു പോയതാണ്. 8 വർഷം മുമ്പ് ഇതുപോലെ എൻ്റെ കമ്പനി ഇതായി പോയതാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എന്നെ ഇവനോട് വളരെ പ്ലീസ് ചെയ്ത് സംസാരിച്ചപ്പോൾ ഇവൻ ചാടി കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് എന്നെ കൂട്ടി ഒരു ചീത്തയും വിളിച്ചിട്ട് ഇരിയടാ തറയിലെന്ന് ഇരിയടാന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എല്ലാ ഇമോഷണൽ ഇതെല്ലാം അങ്ങ് ഞാൻ അപ്പോഴേക്കും കരഞ്ഞു പോയി. ഞാൻ തറയിലങ്ങിരുന്നു. തറയിലങ്ങിരുന്നു. മലയാളി ഉദ്യോഗസ്ഥൻ. അപ്പൊ ഈ മലയാളി പയ്യനും ഉണ്ട് അതിൻ്റെ അകത്ത്, ഇവനും ഉണ്ട്. അപ്പൊ എനിക്ക് അന്നേരം മനസ്സിലായി ഇവർക്കൊന്നും ഭാവത്തിന് ഫേസിനൊന്നും ഒരു മാറ്റമില്ല. അപ്പൊ ഇത് സ്ഥിരം അവിടെ നടക്കുന്നത്, ഇങ്ങനെയുള്ള ത്രെറ്റനിങ് അവിടെ നടക്കുന്നുള്ളത് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എന്നിട്ട് ഇവൻ എന്നോട് ഇത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിനക്കറിയാവോ ഈ കോടതി, സുപ്രീം കോടതി തന്നെ എന്തോ ചെയ്യാനാ, ഇങ്ങനെയാണ് ഹൈക്കോടതി ഞങ്ങൾ എന്ത് ചെയ്യാനാ, നമ്മൾ പറയുന്നതിന് അപ്പുറത്ത് അങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. എനിക്ക് ടാൻസാനിയയിലെ എനിക്ക് വേറെ ആരും ബിനാമിയുണ്ട്. ഈ പറഞ്ഞ 150 കോടി രൂപയോളം ഞാൻ അവിടെ വേറെ ആരുടെയോ പേരിലിട്ട് കളിക്കുകയാണ് എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു അയാളുടെ സംസാരം. 2 ലക്ഷം രൂപ ഞാൻ ബ്രൈബ് അതിന് വേണ്ടി കൊടുത്തു. പിന്നെ 50,000 നമ്മൾ അക്കൗണ്ടിൽ കൊടുത്തു. അല്ല വേറെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്കിപ്പം പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള പ്രശ്നമൊന്നും. ഇടനിലക്കാരൻ വിൽസനെ ഇഡി ഓഫീസിൽ വെച്ച് കണ്ടുവെന്ന് അനീഷിന്റെ ഭാര്യയും പ്രതികരിക്കുന്നു. ഇഡി സമൻസ് അയച്ച 10ലധികം ആളുകളിൽ നിന്ന് പണം വാങ്ങിയെന്ന വെളിപ്പെടുത്തൽ വന്നതോടെ കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് വിജിലൻസ്. കേസിൽ 1ാം പ്രതിയായ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ് ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങൾ. ഇടനിലക്കാരെ നിർത്തി കേസുകൾ ഒത്തുതീർപ്പാക്കുന്നു, കൈക്കൂലി വാങ്ങുന്നു. ഗുരുതരമായ ആക്ഷേപമാണ്. പുതിയ പരാതിക്കാരെത്തുന്നു. എവിടെ എത്തി നിൽക്കുന്നു വിജിലൻസ് അന്വേഷണം? സജിത്ത്, വിജിലൻസ് ഓഫീസിൽ നിന്നും അറിയുന്നത്, അതായത് SP അല്പം മുൻപിൽ പ്രതികരിച്ചത് ഈ അന്വേഷണവുമായി അറസ്റ്റിലായിട്ടുള്ള 3 പ്രതികൾ, അതായത് ഈ പറയുന്ന വിൽസൺ, അതായത് തമ്മനം സ്വദേശി വിൽസൺ, അതുപോലെ രാജസ്ഥാൻ സ്വദേശി മുകേഷ് മുരളി, ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൗണ്ട് രഞ്ജിത്ത് വാര്യർ, ഈ 3 പേരും അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. അതേസമയം ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടുള്ള ഈ ഇഡി ഉദ്യോഗസ്ഥനായിട്ട് ശേഖർ കുമാറിനെതിരെയുള്ള തെളിവുകൾ കൃത്യതയോടുകൂടി ശേഖരിച്ച ശേഷം മാത്രമേ ശേഖർ കുമാറിന്റെ അറസ്റ്റിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശേഖർ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പറയുന്ന 3 പേരും ഈ കേസിൽ ഇൻവോൾവ് ആയത്, അതല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാൻ വേണ്ടി ഏജന്റ് ഈ അനീഷിനെ സമീപിച്ചത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുന്നത്. അതായത് കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ട്, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ശേഖർ കുമാറിനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുണ്ട്. ശേഖർ കുമാറിന്റെ ഡിജിറ്റൽ ഇടപാടുകളും അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസുകളും ഒക്കെ പരിശോധിച്ച് വരികയാണെന്ന് വിജിലൻസ് SP പറഞ്ഞു. അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതുപോലെ ഇഡിയുടെ മറ്റുദ്യോഗസ്ഥരും ഈ കാര്യത്തിൽ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുള്ള വ്യക്തതയാണ് വ്യാപാരി അനീഷ് വ്യക്തമാക്കുന്നത്. അനീഷിനെതിരെ സമൻസ് അയക്കുന്നു. 2024 സമൻസ് അയക്കുന്നു. അതായത് അനീഷിന്റെ കശുവണ്ടി ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ടേൺ ഓവർ കാണിച്ചിരിക്കുന്നതിൽ വ്യക്തതയില്ല, കള്ളക്കണക്കുകളാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രേഖകളെല്ലാം ഹാജരാക്കണമെന്നായിരുന്നു ഇഡിയുടെ സമൻസ്. അതിനുശേഷമാണ് ഈ ഏജന്റ് ഈ അനീഷിനെ സമീപിക്കുന്നത്. അനീഷ് ഈ ഏജന്റുമാർക്ക് ഇഡിയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന 2 കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഏജന്റുമാർക്ക് നൽകിയിരുന്ന നമ്പറിലേക്കാണ് ഇഡി ഓഫീസിൽ നിന്ന് വിളിച്ചത്. രണ്ടാമത്തത്, ഈ ഏജന്റ് വിൽസൺ പറയുന്നുണ്ട് 2024 ആദ്യ സമൻസ് നൽകിയ ശേഷം ഈ അനീഷ് ഹാജരാകുന്നു, ഇഡിക്ക് മുൻപാകെ ഹാജരാകുന്നു. അതിനുശേഷം തങ്ങൾ സമൻസ് അയപ്പിക്കും, ഇഡിയിൽ നിന്നും സമൻസ് അയപ്പിക്കും, ഇഡിയിൽ നിന്നും വീണ്ടും സമൻസ് വരും എന്ന് പറയുന്ന വിൽസൺ പറയുന്ന കൃത്യമായ ഡേറ്റിൽ തന്നെയാണ് അനീഷിന് വീണ്ടും സമൻസുകൾ ലഭിക്കുന്നത്. 3 തവണയാണ് അത്തരത്തിൽ സമൻസ് ലഭിച്ചതെന്നും അനീഷ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇഡിയുമായി ഏജന്റുമാരെ ബന്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കൂടി വ്യക്തത വരുത്തുന്നുണ്ട്. അതേസമയം ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് രാധാകൃഷ്ണൻ തന്നെ ഭീഷണിപ്പെടുത്തി. മലയാളിയാണ്, ഈ കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് രാധാകൃഷ്ണൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ താൻ വിചാരിച്ചത് രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത്
കൈക്കൂലി ആവശ്യപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ പണം കൊടുത്ത് ഈ കേസ് ഒതുക്കണമെന്നാണ് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. രാധാകൃഷ്ണൻ തന്നെ ഭീഷണിപ്പെടുത്തിയത് തനിതുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതായത് ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. PMLA ആക്ട് പ്രകാരമാണ് EDക്ക് സമൻസ് അയച്ചിട്ടുണ്ടായിരുന്നത്. മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രൈം തൽക്കാലം കണ്ടെത്താത്തത് കൊണ്ട് സുപ്രീം കോടതിയിൽ ബെയിലിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. പക്ഷേ 14 ദിവസത്തിനകം ഹാജരാക്കണം, രേഖകൾ ഹാജരാക്കാനുള്ള സമയം കോടതി നൽകിയിരുന്നു. അപ്പോൾ 15ാമത്തെ ദിവസം നിന്നെ ഞാൻ പൂട്ടുമെന്ന് രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്നും അനീഷ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ED ഉദ്യോഗസ്ഥർക്ക് നേരെ നീങ്ങുകയാണ്. യെസ്, എന്തായാലും ഗുരുതര ആക്ഷേപമാണ് ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായി വരുന്നത്. കൂടുതൽ പരാതിക്കാർ രംഗത്തെത്തുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാന വിജിലൻസ് ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി വലിയ രീതിയിൽ പ്രതിപട്ടികയിൽപ്പെടുകയാണ്. ഇതിൽ സംബന്ധിച്ച കൂടുതൽ വിശദീകരണം ED അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടതുണ്ട്. കേസ് ഒതുക്കി തീർക്കാൻ ED 2 കോടി രൂപ ആവശ്യപ്പെട്ടെന്നും പരാതി നൽകിയതിന്റെ പേരിൽ പൂർണ്ണ നഗ്നനായി നിർത്തി ചോദ്യം ചെയ്തുവെന്നും വെളിപ്പെടുത്തി ബിഷപ്പ് ജെയിംസ് ജോർജ്. 2016 സാമ്പത്തിക ഇടപാട് കേസ് ഒത്തുതീർപ്പാക്കാനാണ് EDയുടെ ഇടനിലക്കാർ സമീപിച്ചത്. കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡേൺ ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ജെയിംസ് ജോർജ്. വർഷങ്ങളായിട്ട് മാറി മാറി വരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ സ്വന്തം നാട്ടിൽ നിന്ന് വരെ ഏജന്റുമാരെ കൊണ്ടുവന്ന് കേസിൽപ്പെട്ടവരുടെ വിവരങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ കൊണ്ട് പൈസ വാങ്ങിച്ചെടുക്കുന്നൊരു സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൊല്ലത്തെ ഇര ഞാനായിരുന്നു. 2 കോടി രൂപ വേണമെന്നും പറഞ്ഞ് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. പൈസ കിട്ടാതെ വന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം വന്നതുകൊണ്ട് പിന്നെ എന്നെ വിളിച്ച് പരിപൂർണ നഗ്നനായി നിർത്തി മൊഴിയെടുക്കുന്ന സെറ്റപ്പ് വരെ ഉണ്ടായി. ഇപ്പോൾ ഒരു 15 വർഷമായി ബിഷപ്പായിരിക്കുന്ന ഒരാളിനോട് ഇതാണ് കാണിക്കുന്നതെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും? സംബന്ധിച്ച് എൻ്റെ പേരിൽ PMLAയുടെ കേസ് ഉണ്ടായിരുന്നു. ആ PMLAയുടെ കേസ് 4-5 ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് എൻ്റെ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തതാണ്. അവർ EDയുടെ ആൾക്കാർ തന്നെ. ഞാൻ അവരുടെ കയ്യിൽ കൊടുക്കുന്ന ഫയൽ, EDയുടെ കയ്യിൽ കൊടുക്കുന്ന ഫയൽ, ED കൊടുക്കുന്ന മൊഴി, ആ മൊഴി ഇവരുടെ കയ്യിൽ വരുന്നു. അവരെന്നോട് പറയുന്നു പണം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് പണം കൊടുക്കാതെ അറസ്റ്റ് ചെയ്യിച്ചാണ് ചീറ്റിംഗ്. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യിക്കും, നിങ്ങളുടെ ജാമ്യം റദ്ദാക്കിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ടില്ലാത്ത ഹരാസ്മെൻ്റാണ്. മൊഴിയെടുക്കാൻ അവർ വിളിച്ചു വരുത്തുക, തുണി ഉരിയുക. വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഗുരുതരമായ ആക്ഷേപമാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പരാതിയുടെ പശ്ചാത്തലം എന്താണ്? ഇതിന് എത്ര നാളത്തെ പഴക്കമുള്ള പരാതിയാണിത്? തീർച്ചയായും സജിത്ത്, EDക്കെതിരെ കൊല്ലം കടപ്പാക്കട സ്വദേശി ജെയിംസ് ജോർജ് ആണ് ആരോപണവുമായി ഇപ്പോൾ മുന്നിട്ട് വന്നിരിക്കുന്നത്. 2016 വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസ് ജെയിംസ് ജോർജിന്റെ പേരിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നു. ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് ED പണം ആവശ്യപ്പെട്ടത് എന്നാണ് ജെയിംസിന്റെ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇടനിലക്കാർ മുഖേനയാണ് തന്നോട് 2 കോടി രൂപ ആവശ്യപ്പെട്ടതെന്നാണ് ഇപ്പോൾ ജെയിംസ് പറയുന്നത്. കടപ്പാക്കടയിൽ പ്രവർത്തിച്ചിരുന്ന മോഡേൺ ഗ്രൂപ്പ് സ്ഥാപനത്തിന്റെ ഉടമയാണ് ഈ ജെയിംസ് ജോർജ്. ഇയാളൊരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണെന്നുള്ള ഒരു വിവാദങ്ങൾ മുൻപും ഉയർന്നു വന്നിരുന്നു. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട ചില കേസുകളിൽ ഇയാൾ ഉൾപ്പെട്ട സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണം 2 കോടി രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇത് കൊടുക്കാൻ തയ്യാറാകുന്നതിനെ തുടർന്ന് ED ഓഫീസിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. മാനസികമായും ശാരീരികമായും തന്നെ ഉപദ്രവിച്ചതായും ജെയിംസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിവസ്ത്രനാക്കി തന്നോട് ചോദ്യം ചെയ്തു എന്നൊക്കെയുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ ജെയിംസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ED ഉദ്യോഗസ്ഥർ ചമഞ്ഞ് പണം തട്ടാൻ ശ്രമിച്ച 2 പേരെ മുൻപ് കൊല്ലത്ത് അറസ്റ്റ് ചെയ്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉയർത്തിയ ഈ ജെയിംസിന്റെ ആരോപണങ്ങളുടെ സത്യാവസ്ഥകൾ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ നമുക്കത് വ്യക്തത വരികയുള്ളൂ. സജിത്ത്, എന്തായാലും EDക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. യെസ്, EDക്കെതിരെ